ഒരു സ്വലാത്ത് നമുക്ക് ഒന്ന് പഠിക്കാം. ഏത് സ്വലാത്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് നമുക്ക് നേട്ടം കിട്ടുമെന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു സ്വലാത്താണ്. മഹാന്മാരായ ഉസ്താദുമാരൊക്കെ അവരൊക്കെ പറയുന്നുണ്ട്, ദലായിലുൽ ഖൈറാത്ത് എന്ന് പറഞ്ഞ പുണ്യമായ ഒരു അമലുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരുപാട് അമലുകൾ, അതായത് ഒരു വർഷം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അമലുകൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നമ്മൾ ചെയ്യുന്ന അമലുകൾ, ആ അമലുകളുടെയൊക്കെ പ്രതിഫലം ഒരൊറ്റ സ്വലാത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അത്രമാത്രം പവിത്രതയുള്ള ഒരു സ്വലാത്താണ്. മഹാന്മാർ പറയുന്നു, ഈ സ്വലാത്ത് മുറുകെ പിടിച്ചോ. ഷാബാൻ തുടങ്ങുന്നു, ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് ഷാബാനിൽ മുഴുവനും ഞാൻ ചൊല്ലും. ഒരു ദിവസം കുറഞ്ഞതൊരു 11 വട്ടം, എല്ലാ നമസ്കാരത്തിന് ശേഷം ഓരോ വട്ടം ചൊല്ലാം, അല്ലെങ്കിൽ 2-3 വട്ടം ചൊല്ലാം, അറിയാവുന്ന രൂപത്തിൽ ചൊല്ലാം. പിന്നെയോ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും കച്ചവട സ്ഥാപനത്തിലിരിക്കുമ്പോഴൊക്കെ ഈ സ്വലാത്ത് ചൊല്ലിക്കോ, ഒരുപാട് നേട്ടമുണ്ട്. ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്റെ മുറാദുകൾ കൊണ്ടുവരിക, അത് ഹാസിലായി കിട്ടാൻ, വിഷമ പ്രയാസങ്ങൾ മാറണം എന്ന് മനസ്സിൽ കരുതി ചൊല്ലിക്കോ. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅസ്വാജിഹി വദുർരിയതിഹി വഅഹ്ലി ബൈതിഹി അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അദദു സ്വലാത്തില്ലേ, ആ അദദു സ്വലാത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് വാചകങ്ങൾ കൂടി ചേർക്കുന്നു. എന്താണ്? പുണ്യമായ ഒരു സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, അല്ലാഹുവേ ഞങ്ങളുടെ നേതാവാകുന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണം കൊടുക്കണേ അല്ലാ. നബി തങ്ങൾക്ക് മാത്രമല്ല, വഅലാ ആലിഹി അവിടുത്തെ കുടുംബത്തിനും, വഅസ്ഹാബിഹി അവിടുത്തെ സ്വഹാബിമാർക്കും, വഅസ്വാജിഹി നബി തങ്ങളുടെ ഭാര്യമാർക്കും, വദുർരിയതിഹി നബി തങ്ങളുടെ മക്കൾക്കും, വഅഹ്ലി ബൈതിഹി അവിടുത്തെ കുടുംബ പരമ്പരയിൽ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം അല്ലാഹുവേ നീ ഗുണം കൊടുക്കണേ അല്ലാ. അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, നിന്റെ ഇൽമിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിന്റെ എണ്ണത്തിനനുസരിച്ച് നീ ഗുണവും രക്ഷയും നബിക്കും, അവിടുത്തെ കുടുംബം, അവിടുത്തെ സ്വഹാബിമാര്, ഭാര്യമാര്, മക്കൾ എല്ലാവർക്കും കൊടുക്കണേ അല്ലാ. ഇതാണ് അതിന്റെ അർത്ഥം.